ഗായ്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നൊരു ടെക്നോളജിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലേക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കമ്പ്യൂട്ടേഷൻ ടെക്നോളജിയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. സോ നമ്മുടെ നോർമൽ കമ്പ്യൂട്ടേഷൻ ടെക്നോളജിക്ക് പറഞ്ഞ പേരാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ്. അതിനകത്ത് നമ്മൾ ഡേറ്റ കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ബിറ്റ്സ് എന്ന ഫോർമാറ്റിലാണ്. എന്നാൽ നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ക്യൂബിറ്റ്സ് എന്ന ഫോർമാറ്റിലാണ്. അതുപോലെ എന്താണ് ഈ ക്വാണ്ടം, അതുപോലെ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും നമ്മുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങും നമ്മുടെ ഡിഫറൻസ് എന്താണ് എന്നിവയൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഉത്കണ്ഠയുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഗായ്സ്, വെൽക്കം ടു മിസ്റ്റർ DNV യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫിസിക്സിലെ സ്മോളസ്റ്റ് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ക്വാണ്ടമാണ്. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ലേറ്റസ്റ്റ് എമർജിംഗ് ടെക്നോളജിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? നമ്മുടെ ക്ലാസിക്കൽ ആയിട്ടുള്ള യൂസസിന് വേണ്ടിയിട്ടല്ല, എന്നാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഹയർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് നിലവിൽ നമുക്ക് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കാണാൻ സാധിക്കുന്നത് ഹൈ ഫെസിലിറ്റീസ് ഉള്ള റിസർച്ച് ലാബുകളിൽ മാത്രമാണ്. അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ നമുക്ക് രണ്ട് സ്റ്റേജുകളാണുള്ളത്. നമ്മുടെ ബിറ്റ്സിനെ അപേക്ഷിച്ച് ഇതിനകത്തും 1ഉം 0ഉം ആണ് ഉള്ളതെങ്കിലും ബിറ്റ്സ് നമുക്ക് 1 or 0 എന്ന് പറയുന്ന ഒരു എക്സാക്ട് വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ക്വാണ്ടം ബിറ്റ്സ് അഥവാ ക്യൂബിറ്റ്സിനകത്ത് നമുക്ക് 1നും 0നും ഇടയ്ക്കുള്ള ഏതൊരു വാല്യൂ വേണമെങ്കിലും അസ്യൂം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇൻഫിനിറ്റി പോസിബിലിറ്റീസ് ആണ് 0ക്കും 1നും ഇടയിൽ ക്വാണ്ടം ബിറ്റ്സ് അഥവാ ക്യൂബിറ്റ്സ് എന്ന ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയ്ക്ക് ഉള്ളത്. അതുപോലെ ക്വാണ്ടം ബിറ്റ്സിലെ ഒരു സ്റ്റേറ്റിന് മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് 128 GB ആണ്. അപ്പോൾ ഒരു പെയർ ആയിട്ടുള്ള ക്വാണ്ടം സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 256 GB കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റോറേജ് എങ്കിലും വേണ്ടി വരും. പക്ഷേ ഇതിനൊരു വെല്ലുവിളിയായിട്ട് എടുത്തുകൊണ്ടാണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖല ഇതിലെ കോംപ്ലക്സിറ്റി കണ്ടുപിടിച്ച് ഇതിനൊരു ഓപ്പർച്യൂണിറ്റി എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. സോ നമുക്ക് എന്തായാലും വരുന്ന കാലത്ത് ഇതിൻ്റെ ഡെവലപ്ഡ് ആയിട്ടുള്ള പല വേർഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പറഞ്ഞ ടെക്നോളജിയില്ലേ, നമ്മുടെ ഈ 1നും 0നും ഇടയ്ക്ക് അസ്യൂം ചെയ്തുകൊണ്ട് ഏതൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടെക്നോളജി പറഞ്ഞ പേരാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലെ സൂപ്പർ പൊസിഷൻ. അതുപോലെ ബിറ്റ്സിൽ നിന്നും ഡിഫറൻസ് ആയിട്ട് നമ്മുടെ ക്വാണ്ടം ബിറ്റ്സ് അഥവാ ക്യൂബിറ്റ്സിലുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് എൻറ്റാങ്കിൾമെന്റ്. അതായത് നമുക്ക് ഒരു ക്വാണ്ടം ബിറ്റ് യൂസ് ചെയ്ത് തന്നെ അതിനോട് കൊറിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വാണ്ടം ബിറ്റിന്റെ ഡേറ്റാസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ റീഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ക്വാണ്ടം ബിറ്റ്സിന്റെ എഫിഷ്യൻസി നോർമൽ ബിറ്റ്സിനേക്കാളും കൂടുതലായിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ ക്വാണ്ടം ബിറ്റ്സിന്റെ ഡേറ്റാസ് റീഡ് ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പ്രോസസ്സിങ്ങും വളരെ ഫാസ്റ്റർ ആയിരിക്കും. ഇനി ക്വാണ്ടം ബിറ്റ്സ് അഥവാ ക്യൂബിറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ക്വാണ്ടം ഇന്റർഫറൻസ്. ഇത് സത്യത്തിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാണ്ടം ബിറ്റ്സ് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്തിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എൻറ്റാങ്കിൾമെന്റിനകത്ത്. സോ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഇൻഫർമേഷൻ്റെ കോംപ്ലക്സിറ്റിയും അതുപോലെ തന്നെ അൺസർട്ടനിറ്റിയും വളരെ കൂടുതലായിരിക്കും. സോ ഇത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ ക്വാണ്ടം ഇന്റർഫറൻസ് മാക്സിമം കുറച്ചുകൊണ്ട് എങ്ങനെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന രീതിയിലാണ് ഗവേഷണം മുമ്പോട്ട് നടക്കുന്നത്. ഇനി നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നൊരു സംഭവം നമുക്കൊന്ന് പറയാം. അതായത് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റേഷനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു എലമെൻ്റ് ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഹൗസ്. അവിടെയാണ് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോളിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ മാക്സിമം സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ അവിടെ അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ അനിവാര്യമാണ്. അതുപോലെ തന്നെ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഹൗസിലേക്ക് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മുടെ മൈക്രോവേവ് ലേസർ പോലെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ തേർഡായിട്ട് വരുന്ന മറ്റൊരു എലമെൻ്റാണ് നമ്മുടെ സ്വന്തം ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ്. ഈ ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഡേറ്റ ഇൻപുട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ നമ്മുടെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ക്വാണ്ടം ഹൗസിൽ വരുന്ന ഡേറ്റ തിരിച്ച് നമ്മുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിലേക്ക് വന്നിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് ചെയ്യുന്ന ഡേറ്റ നമ്മുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിൽ തന്നെയായിരിക്കും, എന്നാൽ നമ്മുടെ പ്രോസസ്സിംഗ് നടക്കുന്നത് മാത്രമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റേഷന്റെ സ്ട്രക്ചർ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എന്തിനാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇത്ര അനിവാര്യമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതെന്ന്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നാം ഇന്ന് കാണുന്ന ISROയിലെയും നാസയിലെയും ഒക്കെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വരെ പ്രവർത്തിക്കുന്നത്. സോ ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് വെച്ച് തന്നെ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാവുന്നിരിക്കുക, നമുക്ക് ഫീച്ചേഴ്സും എല്ലാം എനേബിൾ ചെയ്യാവുന്നിരിക്കുക ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ റീസൺ ആണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജീസ് വെച്ച് ഹാക്ക് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ 2 കൺട്രീസ് തമ്മിലുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആവട്ടെ, 2 വലിയ ഇൻഡസ്ട്രീസ് തമ്മിലുള്ള ഇൻഫർമേഷൻസ് ആവട്ടെ, അതുപോലെ തന്നെ ഒരു കമ്പനിയിലെ കോർ ഡേറ്റാസ് ആവട്ടെ,
ഇതൊന്നും നമുക്ക് ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് വെച്ച് ഡിക്രിപ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ ഡെവലപ്പ് ചെയ്യുന്ന വരുന്ന രീതിയിൽ നമുക്ക് ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിൽ ഏത് ഹൈ സെക്യൂരിറ്റി ഡേറ്റയും വിത്തിൻ മൊമെന്റ്സ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. എങ്ങനെ? നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്നോളജി വെച്ച് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഡേറ്റ നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വെച്ചും അത്ര എളുപ്പം നമുക്ക് ഡിക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡേറ്റയുടെ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൂടുതൽ ഇൻക്രീസ് ആവുന്നതാണ്. സോ അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനെല്ലാം വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും. കാരണം ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ എല്ലാ ക്രിപ്റ്റോ കറൻസീസും നമ്മുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് ആയിട്ട് റിലേറ്റഡ് ആണ്. സോ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഗ്രോത്ത് അതുപോലെ തന്നെ അതിൻ്റെ ഡിക്ലൈന് കാര്യങ്ങളെല്ലാം ഈസിലി ഡിറ്റർമൈൻ ചെയ്തുകൊണ്ട് അതിനെ ഡിക്രിപ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. സോ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരുമ്പോൾ നമുക്ക് വേറെ ഒരു സെറ്റ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് തന്നെ ആയിരിക്കും നമ്മുടെ വേൾഡിൽ കാണാൻ സാധിക്കുന്നത്. സോ ഇതൊക്കെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നമ്മുടെ മേഖലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലേക്ക് കയറി വരാനും അതുപോലെ തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ സാധിക്കുന്നത്. സോ അപ്പോൾ തന്നെ ഈ കാര്യം ഈസിലി വ്യക്തമാകാം. നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഡെയിലി റൊട്ടീൻ ആക്ടിവിറ്റീസിൽ യാതൊരു പങ്കും നിലവിൽ വഹിക്കുന്നില്ല. കാരണം ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിൽ മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഇനി ഭാവിയിൽ ഇത് നമ്മുടെ ഡെയിലി റൊട്ടീനിലേക്ക് വന്നുകൂടാ എന്നും പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ AI ടെക്നോളജി അത്രയധികം ഡെവലപ്പ് ചെയ്യുന്നൊരു കാലമാണ്. സോ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഫസ്റ്റ് കണ്ടുപിടിച്ച ടൈമിൽ ഇതുപോലെ ഇത്ര AI വരുമെന്നൊന്നും അന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അന്ന് നമ്മുടെ ചാൾസ് ബാബേജ് ഒന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ടെക്നോളജിയാണ് നാം ഇന്ന് കൊണ്ടു നടക്കുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതിലും ഹയർ ആയിട്ടുള്ള സുപ്പീരിയർ ആയിട്ടുള്ള വളരെയധികം ടെക്നോളജീസ് നമ്മുടെ ലോകത്തേക്ക് വരുന്നതായിരിക്കും. സോ എന്തായാലും നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വലത്തുവശത്തെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ മിസ്റ്റർ ഡീൻ സൈനിങ് ഔട്ട്.